ദി മദർ. കൂടെ പിറന്നവരും കൂട്ടത്തിൽ ജീവിച്ചവരും, കൂടെ കളിച്ചവരും പിന്നെ കൂട്ടിനായി ജീവിതത്തിലേക്ക് കടന്നു വന്നവരും. ഇത്തരം ജീവിതത്തിൽ വസിക്കുന്ന നമുക്ക് ഓർക്കാനും പറയാനും ഒരുപാടുണ്ട്. എന്നാൽ ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തി അമ്മിഞ്ഞപ്പാലും ഊണും തന്ന് വളർത്തി സങ്കട സന്തോഷത്തിൽ ഒരുമിച്ച് നിന്നും നമുക്ക് വേണ്ടി സഹനം സഹിച്ചു ഒരു മനുഷ്യ ജീവിതമുണ്ട്. നമ്മുടെ അമ്മ അല്ലെങ്കിൽ ഉമ്മ. ഇത് കേൾക്കുന്ന ആരും സാഹിത്യത്തിൽ തീർത്ത കേവലം വരികളായി ആസ്വദിക്കരുത്. കാരണം ഇതൊരു ആസ്വാദനമല്ല. താൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞ മുതൽ നമുക്ക് വേണ്ടി സന്തോഷത്തിന്റെ കുപ്പായം നെയ്തവർ, ഓരോ ദിവസവും നമുക്ക് വേണ്ടി ഒരുക്കമെടുത്തവർ, നമുക്ക് വേണ്ടി ഭക്ഷിച്ചവർ, നമുക്ക് വേണ്ടി ഓരോ ചുവടുകളും ശ്രദ്ധിച്ചു നടന്നവർ, വേദനയിലും വയറും താങ്ങി പൊട്ടിക്കരഞ്ഞ് നമ്മളെയോർത്ത് സമാധാനിച്ചവർ, വേദനയുടെ സഞ്ചാര അളവുകളിൽ മരണപ്പാതി വേദനയിൽ നമ്മളെ നൊന്തു പ്രസവിച്ചവർ, നമുക്ക് മുലയൂട്ടിയവർ, ആദ്യാക്ഷരം പഠിപ്പിച്ചു തന്നവർ, നമ്മളുറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം ഉറങ്ങുന്നവർ, ചിരിക്കാനും കരയാനും നല്ലത് മാത്രമായ കാര്യങ്ങൾ പഠിപ്പിച്ചു തരാനും മുന്നിൽ നിന്നവർ, അവർ ഉണ്ണാതെ നമ്മളെ ഊട്ടിയവർ, നമുക്കൊരു പനി വന്നാൽ നമ്മളെക്കാൾ കൂടുതൽ വ്യസനിക്കുന്നവർ, സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്നവർ, നമ്മുടെ എല്ലാ കാര്യത്തിലും കണ്ണെത്തുന്നവർ, ജീവിതത്തിൽ നമ്മുടെ വിജയത്തിനു വേണ്ടി ദൈവത്തിന് മുമ്പിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചവർ, നമുക്ക് വേണ്ടി യാതനകൾ സഹിച്ചവർ, നമ്മളെ ഈ നിലയിൽ എത്തിച്ചവർ. എത്ര പറഞ്ഞാലും മതിവരില്ല. ഇത്തരത്തിൽ നമുക്ക് കൂട്ടായി നമ്മുടെ ജീവിതത്തിൽ ആരാണ് ഉള്ളത്, ആരാണ് ഉണ്ടായിട്ടുള്ളത്? ഒരു പെണ്ണിന്റെ നിറം കാണുമ്പോഴും ഒരു ചെക്കന്റെ ചിരി കാണുമ്പോഴും എല്ലാം മറന്ന് അവരോടൊപ്പം അലിഞ്ഞു ചേരുന്നവർ ഇതൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും നമ്മുടെ അമ്മ തന്ന അത്ര സ്നേഹവും സംരക്ഷണവും നൽകാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്നലെ കണ്ട ഫ്രണ്ട്സിനും ഒരു ചെക്കനും ഒരു പെണ്ണിനും വേണ്ടി സ്വന്തം അമ്മയെ തള്ളിപ്പറഞ്ഞവരും, അമ്മയുടെ വാക്കിനെ തള്ളിക്കളഞ്ഞവരും, അവരോട് കോപിച്ചവരും ആ അമ്മയുടെ വേദന ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു നേരമെങ്കിലും ആലോചിച്ചിട്ടുണ്ട്. സ്വന്തം മാതാപിതാക്കളെ നോക്കാൻ കഴിയാതെയും ഭാര്യയുടെ വാക്ക് കേട്ട് വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയാക്കുന്ന മക്കൾ മനുഷ്യരാണോ? എന്നാൽ നിങ്ങളൊന്ന് കേട്ടോ, നമ്മൾ എത്ര വേദനിപ്പിച്ചിട്ടുണ്ട്, അത്രത്തോളം നമ്മുടെ മക്കളിൽ നിന്നും നമുക്കും അത് തിരിച്ചു കിട്ടും. അങ്ങനെ നമുക്ക് നമ്മുടെ മാതാപിതാക്കളോട് ചെയ്യാതിരിക്കാനുള്ള അലിവ് ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനോടൊപ്പം ഇന്നു മുതൽക്ക് തന്നെ സ്വന്തം ഉമ്മാക്കോ അമ്മാക്കോ വേണ്ടി സമയം കണ്ടെത്തുകയും അവരുടെ വിഷമങ്ങൾ മനസ്സിലാക്കുകയും അവരെ സന്തോഷിപ്പിക്കുകയും ഈ ലോകത്ത് അവരെ കഴിച്ചേ മറ്റാരുമുള്ളൂ എന്നത് മനസ്സിലാക്കുകയും ചെയ്യുക. എന്നാലും എന്തു ചെയ്താലും എത്ര ചെയ്താലും എന്തു കൊടുത്താലും ഇവർ നമുക്ക് വേണ്ടി ചെയ്തത്ര ആവില്ല എന്നത് മറ്റൊരു സത്യം തന്നെയാണ്. ഇനിയുള്ള കാലം അവരെ പിണക്കാതെയും അവരോട് കോപിക്കാതെയും, കോപിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിച്ച് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടു. മുസ്തഫ കീഴ്ശ്ശേരി.